ഷാബു പ്രസാദ് പാലക്കാട്ടെ നഗരസഭ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ 4ാം റൗണ്ടിൽ UDF ലീഡ് ചെയ്യുക എന്നത് സാധാരണ നിലയ്ക്ക് അസംഭവ്യമാണ്. അവിടെ UDF ലീഡ് ചെയ്യുന്നു, തുടർന്ന് ലീഡ് ചെയ്യുന്നു. ആ BJPയുടെ ലീഡ് കുത്തനെ ഇടിയുന്നതാണ് കാണുന്നത്. അവിടെ LDF പോലും നേട്ടം ഉണ്ടാക്കുന്നത് കാഴ്ചയും കാണുകയാണ്. എന്ന് വെച്ചാൽ BJPക്ക് സത്യത്തിൽ അവിടെ അടി പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഇൻ ടോട്ടൽ BJPയെ സംബന്ധിച്ചുള്ള അക്സെപ്റ്റൻസിൻ്റെ പ്രശ്നമാണോ, അതോ നിങ്ങളുടെ BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലെ സ്ട്രാറ്റജി മിസ്റ്റേക്ക് ആയിട്ട് കാണുന്നുണ്ടോ ശ്രീ ഷാബു പുറത്തു നോക്കുമ്പോൾ? സ്ഥാനാർത്ഥി നിർണയത്തിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഈ സ്ട്രാറ്റജി നിർണയത്തിൽ തീർച്ചയായിട്ടും BJP അത് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. എവിടെയാണ്, എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ച ലീഡ്, കിട്ടേണ്ട ലീഡ് കിട്ടാതിരുന്നത്, ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കാതിരുന്നത് എന്നുള്ളതിനെപ്പറ്റി BJP തീർച്ചയായിട്ടും അതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കും എന്ന് തന്നെയാണ്. ഞാൻ പാലക്കാട് പോയപ്പോൾ കണ്ട കാഴ്ച, RSS പ്രവർത്തകരും BJP പ്രവർത്തകരും പരമാവധി തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കാൻ, പോൾ പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അപ്പോഴും ഉയർന്ന ആരോപണം, പോളിംഗ് ദിനത്തിൽ BJP വോട്ടർമാർ, BJP പ്രവർത്തകർ ഉൾപ്പെടെ രാമേശ്വരത്ത് തീർത്ഥയാത്ര പോയി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ അർത്ഥം കടുത്ത അസംതൃപ്തി സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ഥാനാർത്ഥിയുണ്ട് എന്നല്ലേ? ഒരു കാര്യമുണ്ട്, എന്താണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഡേറ്റയിൽ നിന്നും മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല, അവിടെ BJPക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് ലഭിച്ചില്ല? BJPക്ക് മുന്നേറ്റം ഉണ്ടാകേണ്ട സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഷാബു, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കും, താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അപ്പുറത്ത് പോകുന്ന സന്ദീപ് വാര്യർ ഇപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐക്യം പ്രധാനമാണ് എന്നൊക്കെ. സത്യത്തിൽ അപ്പുറത്ത് പോയ സന്ദീപ് വാര്യർ ഐക്യം ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് മൊത്തത്തിൽ കുഴപ്പമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ തോന്നാത്ത ഒരു അവമതിപ്പുണ്ടാക്കുകയല്ലേ ചെയ്തത്? സന്ദീപ് വാര്യരെ പോയി ഇതിൻ്റെ അകത്ത് സന്ദീപ് വാര്യരുടെ എഫക്റ്റ് ഒന്നും ഉണ്ടെന്ന് ഞാനധികം വിശ്വസിക്കുന്നില്ല. എന്തായാലും തോന്നുന്നില്ല സന്ദീപ് വാര്യരുടെ കാര്യം. അദ്ദേഹം അത് അവകാശപ്പെടും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്നത്, സന്ദീപ് ആളെ കൊണ്ടുപോയി എന്നുള്ളതല്ല, സന്ദീപ് ഉണ്ടാക്കുന്ന ബഹളം ഇത് പ്രശ്നമാണ് മൊത്തം. ഇവർ പ്രൊഫഷണൽ അല്ല. ഇവർ കാര്യം മനസ്സിലാക്കൂ, സന്ദീപിന് ഈ സോഷ്യൽ മീഡിയയിലും ചാനലിലുമുള്ള ഈ ബഹളം മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ടിൽ സന്ദീപിന് ഒരു സ്വാധീനവും ഇല്ല. അതൊരു വാസ്തവമാണത്. അതുകൊണ്ട് അത് കണ്ടിട്ട് ഈ ബഹളം കണ്ടിട്ട് നമ്മൾ വിലയിരുത്തണ്ട. പക്ഷേ ഇവിടെ യാഥാർത്ഥ്യം കൺമുമ്പിലുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചു, എന്താണെന്നുള്ളത് അത് അവർ തീർച്ചയായിട്ടും BJP വിലയിരുത്തട്ടെ. എന്തായാലും BJPയുടെ അവിടുത്തെ ആ ഒരു അടിസ്ഥാന ശക്തിക്കൊന്നും ഒരു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതാണ്ട് 1.25 ലക്ഷം വോട്ടർമാരുള്ളൊരു മണ്ഡലത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിയായിട്ട് 15,000 വോട്ടിൻ്റെ വ്യത്യാസം, 15,000 ആൾക്കാരുടെ പിന്തുണയുടെ കുറവുണ്ട്. അപ്പോൾ അവിടെ BJPയുടെ ബേസ് അവിടെ ശക്തം തന്നെയാണ്. BJPയുടെ ബേസ് എന്ന് പറഞ്ഞ ഷാബു ഈ പാലക്കാട് നഗരസഭയാണ്. പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സ്ഥാനാർത്ഥി നേടിയ വോട്ടിൽ നേടാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രശ്നമല്ലേ? അതാണല്ലോ അജിംസ ഞാൻ പറഞ്ഞത്. എപ്പോഴും ഒരു സ്ഥാനാർത്ഥിക്ക് തന്നെ എപ്പോഴും ഒരേപോലെയൊന്നും പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അത് എവിടെയാണ് സംഭവിച്ചത്, എന്തോ സംതിങ് ഈസ് റോങ് സംവെയർ, അക്കാര്യം വളരെ എവിഡൻ്റ് ആണത്. അത് ആ സംഘടന അവർ വിലയിരുത്തട്ടെ. അല്ലാതെ BJP പൂർണ്ണമായി അങ്ങ് തീർന്നു കോട്ട, അതൊക്കെ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം എന്നുള്ളതല്ലാതെ അങ്ങനെയൊന്നും വിലയിരുത്താറായിട്ടില്ല. നമ്മൾ അങ്ങനെ വിലയിരുത്താൻ കഴിയുകയുമില്ല. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നതാണ്, ഇപ്പോഴെന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് പാലക്കാടിന് നിങ്ങളും എല്ലാ മാധ്യമങ്ങളും ഇത്രയധികം പ്രാധാന്യം കൊടുത്തത്? ആ പ്രാധാന്യം അത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഒരു സുപ്രഭാതത്തിൽ ഒരാൾ കൊണ്ടുവന്നതല്ല, ഒരാൾ പോകുന്നതുമല്ല. ആ പ്രാധാന്യം, അതിൻ്റെ കാരണം ഇപ്പോഴും അവിടെ ശക്തമായിട്ട് തന്നെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴെന്താണ് സംഭവിച്ചത് എന്നുള്ളത് പാർട്ടി അവർ വിലയിരുത്തട്ടെ.